ഇപ്പോൾ അതല്ലേ പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത്. ഇത് നടിയെ ആക്രമിച്ചു അല്ലെങ്കിൽ പീഡിപ്പിച്ചു, ആ പീഡിപ്പിച്ച ദൃശ്യം ഇയാൾ ഷൂട്ട് ചെയ്തു എങ്കിൽ ആ ഡിവൈസ് എവിടെ, ആ ഉപകരണം എവിടെ? ഈ പറഞ്ഞ മൊബൈൽ ഫോണായാലും ക്യാമറയായാലും ആ സാധനം കയ്യിലുണ്ടാവണ്ടേ? ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ഈ പറഞ്ഞതുപോലെ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെ അതൊരു കെട്ടുകഥയാണെന്ന് അപ്പോഴേ സംഭവം തെളിഞ്ഞാണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ മാച്ച് ചെയ്യാത്ത പല പല റീസൺസ് അന്ന് ഇതെല്ലാം വെളിയിൽ കെട്ടിച്ചമച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ അന്വേഷണത്തിലൊന്നും ഇത് പലതും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ അന്വേഷണം ഒരു വഴിക്ക് പോകുമ്പോൾ ഈ മീഡിയകൾ ഇതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മറ്റു പല വാർത്തകൾ വെളിയിൽ കൊടുത്തുകൊണ്ടിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ടാണ് കോടതി ഇത് ഇൻ ക്യാമറ ആക്കി മാറ്റിയത്. അടച്ചിട്ട മുറിയിൽ മാറ്റാനുള്ള കാരണം അതാണ്. കാരണം ഒന്ന്, ചാനലുകളുടെ TRPയുടെ ഒരു പ്രശ്നമുണ്ട്. ഇവർക്ക് ഓരോ ദിവസവും ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അറിയിച്ചുകൊണ്ട് വാർത്ത ചെയ്യുക, അതുവഴി എന്ത് ചെയ്യുക, TRP ഉയർത്തുക എന്നുള്ളതാണ്. ഇതും ഒരുപക്ഷെ കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് കോടതി ഇത് അടച്ചിട്ട മുറിയിലേക്ക് കോടതിയുടെ വിചാരണ മാറ്റാനുള്ള കാരണം. അതുകൊണ്ട് ഇവർക്കൊന്നും കിട്ടാതായി. ഒരുവൻ കിട്ടായപ്പോഴാണ് ഈ ദിലീപ് കേസിനെ ഇവർ ട്രേസ് ചെയ്യുന്നങ്ങ് വിട്ടത്. ഇപ്പോൾ വിധിയുടെ സമയം കഴിഞ്ഞ 3-4 ദിവസം വീണ്ടും എല്ലാവരും ഉണർന്നു. ഇന്നലെ എല്ലാ ചാനലുകളും ഇത് പ്രധാനമായി ഇത് തന്നെ ഇതാണ്. അതും പറഞ്ഞു വെച്ചാൽ ദിലീപ് അകത്താവും എന്നുള്ള രീതി അവരങ്ങ് ജഡ്ജ്മെന്റ് പ്രഖ്യാപിക്കുകയാണ്. ഇയാൾ വലിയ കുറ്റക്കാരനാണ്, ഇയാളുടെ ജീവിതം തീർന്ന രീതിയിലായിരുന്നു ഇന്നലെ ഏതാണ്ട് ചാനലുകളെല്ലാം തന്നെ. ഇന്നിപ്പോൾ അവരെന്ത് പറയും? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.